നമസ്കാരം, BCB ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വാളണിയിൽ പരിക്കേറ്റ് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വനംവകുപ്പിന്റെ വിജയകരമായ ചികിത്സ. ആനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ കൊമ്പനെ മയക്കുവെടി വെച്ചാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. 3 ദിവസമായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്ന ആനയ്ക്ക് ആവശ്യമായ മരുന്നുകൾ നൽകി ആരോഗ്യനില വീണ്ടെടുത്തു. ചികിത്സയ്ക്ക് ശേഷം കാട്ടിലേക്ക് മടങ്ങിയ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിരീക്ഷിച്ചു വരികയാണ്. വടക്കാഞ്ചേരിയിൽ മരക്കൊമ്പ് വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മുള്ളൂർക്കര സ്വദേശി ബാബുരാജ് മരണത്തിന് കീഴടങ്ങി. വടക്കാഞ്ചേരി പരുത്തിപ്പുറയ്ക്ക് സമീപം ബുള്ളറ്റിൽ യാത്ര ചെയ്യവേ തലയിലേക്ക് കൂറ്റൻ മാവിൻ കൊമ്പ് പതിച്ചായിരുന്നു അപകടം. ലക്ഷങ്ങൾ ചെലവിട്ട് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും അവഗണനയുണ്ടായതായും പരാതി. വരവൂർ വളവിന് സമീപം നിയന്ത്രണം വിട്ട കരിങ്കൽ കയറ്റിയ ലോറി സ്വകാര്യ ബസ്സിന് പിന്നിലിടിച്ച് ലോറി ഡ്രൈവർക്ക് പരിക്ക്. സ്റ്റോപ്പിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിലേക്ക് ലോറി ഇടിച്ചു കയറി മുൻഭാഗം പൂർണ്ണമായും തകർന്നെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പരിക്കേറ്റ അന്തിക്കാട് സ്വദേശിയായ യുവാവിനെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പള്ളത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ കുടുംബ വഴക്കിനെ തുടർന്ന് ഇഷ്ടിയെ കൊണ്ടുള്ള മർദ്ദനമേറ്റ് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോര വാർന്നൊലിച്ച് റോഡിനരികിൽ കിടന്ന തമിഴ്നാട് സ്വദേശികളായ രവിയെയും കസ്തൂരിയെയും സാമൂഹിക പ്രവർത്തകന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.